എംടൈപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിൽ ഇന്റീരിയർ വർക്കുകളിൽ വരുന്ന എല്ലാ വർക്കുകളും നമ്മളൊരു ഫാക്ടറി ചെയ്തെടുത്ത് വരുന്നതിനാണ് മോഡുലാർ ഇന്റീരിയർ വർക്കുകൾ എന്ന് പറയുന്നത്. ആ മോഡുലാർ ഇന്റീരിയർ ഫാക്ടറിയിൽ നടക്കുന്ന എന്തൊക്കെ വർക്കുകളാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതുപോലെ മൈക്ക ലാമിനേഷൻ ആണ്. നമ്മൾ പ്ലൈവുഡിനകത്ത് ഇതുപോലെ മൈക്ക എടുത്ത് ലാമിനേറ്റ് ചെയ്യുകയാണ്. അതിൽ ഉപയോഗിക്കുന്ന ഗമ്മ് ഇതുപോലെയുള്ള D3 ഗ്രേഡിലുള്ള ഗമ്മ് ഉപയോഗിച്ചാണ് ഇതിനകത്ത് മൈക്ക ലാമിനേറ്റ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ ആ D3 ഗ്രേഡുള്ള ഗമ്മ് ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ മൈക്ക സോസിലിട്ടതിന് ശേഷമാണ് ഇത് ലാമിനേറ്റ് ചെയ്യുന്നത്. പ്ലൈവുഡുകളുടെ എല്ലാ സൈഡിലും ഇതുപോലെ ഗം എത്തിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതുപോലെ ഉപയോഗിക്കാവുന്ന റോളർ മെഷീനും അതുപോലെ റോളർ ബ്രഷും ഉപയോഗിച്ച് ഈ ഗമ്മ് നമ്മുടെ ആ പ്ലൈവുഡിൽ എല്ലായിടത്തും എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വൺ സൈഡ് നമ്മൾ മൈക്ക ലാമിനേറ്റ് ചെയ്തതിന് ശേഷം അതർ സൈഡും ഇതുപോലെ മൈക്ക ഇടണം. അതിനുശേഷം മാത്രമാണ് നമ്മുടെ മെഷീനിലോട്ട് വെക്കാറുള്ളത്, കോൾഡ് പ്രസ് മെഷീനിലോട്ട് വെക്കാറുള്ളത്. കോൾഡ് പ്രസ് മെഷീൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത 1000 ടണ്ണാണ് നമ്മുടെ ഈ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ് ചെയ്യാനായിട്ട് ഇത് കൊടുക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് നമ്മൾ പ്ലൈവുഡ് ലാമിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ പ്രസ്സിങ് സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ മൈക്ക ഒരിക്കലും ഇതിനകത്ത് ബൾജ് ചെയ്യുക അല്ലെ പൊളിഞ്ഞു പോവുക ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഈ മെഷീൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെ. ഇതിൽ ഓരോ സൈഡും ഓരോ പ്ലൈവുഡും നമ്മളിങ്ങനെ വൺ സൈഡാണ് വൺ സൈഡ് അല്ലെങ്കിൽ ഡബിൾ സൈഡാണ് ഡബിൾ സൈഡ് നോക്കിയിട്ട് ഇതുപോലെ മൈക്ക ഒട്ടിച്ചതിന് ശേഷം അത് നമ്മൾ ഓരോ ലെയറായിട്ട് അടുക്കി വെച്ചാണ് ഇതുപോലെ ലാമിനേറ്റ് ചെയ്ത് എടുക്കാറുള്ളത്. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും ഇത് പ്രസ്സിങ് ഇരിക്കുന്നതാണ്. ഈ ഒരു 1000 ടൺ വെയിറ്റിൽ ഒരു 5 മണിക്കൂറെങ്കിലും ഇത് പ്രസ്സിങ് ഇരിക്കുന്നതാണ്. എത്ര ടണ്ണ് ലോഡ് കൊടുക്കുന്നു വരെ നമുക്ക് ഈ ഡിസ്പ്ലേ കാണാം എന്നതാണ് ഈ കോൾഡ് പ്രസ് മെഷീൻ്റെ പ്രത്യേകത തന്നെ. അടുത്ത വരുന്നത് നമ്മുടെ മിനി സോ കട്ടിംഗ് മെഷീനാണ്. നമ്മൾ പ്രസ്സിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മെഷർമെൻറ്റ് അനുസരിച്ച് ഡ്രോയിങ് എടുത്ത് മെഷർമെൻറ്റ് അനുസരിച്ച് ഇത് നമ്മുടെ പ്ലൈവുഡുകളും അതെ മൾട്ടിവുഡുകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ ഹാൻഡ് കട്ടറൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പെർഫെക്ഷനായിട്ട് കിട്ടുന്നതാണ്. ഒരു തിരുവ ഒന്നുമില്ലാതെ നമ്മുടെ ഡോറുകളൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ ഒരു മെഷീൻ്റെ പ്രത്യേകത തന്നെ. ഇതുപോലെയുള്ള ഡ്രോയിങ് വെച്ചിട്ടാണ് ഈ പ്ലൈവുഡുകളാണെങ്കിലും മൾട്ടിവുഡ് ആണെങ്കിലും കട്ട് ചെയ്യുന്നത് തന്നെ. സോ മെഷീനിലിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഡോറുകളും തട്ടുകളും എല്ലാം അടുക്കി വയ്ക്കാറുണ്ട്. നമുക്കിത് നല്ല രീതിയിൽ അടുക്കി വെച്ചതിന് ശേഷം മാത്രമാണ് ഇതിന് വേണ്ട എഡ്ജ് ബാൻഡുകൾ ഫൈനലൈസ് ചെയ്യുക. എഡ്ജ് ബാൻഡ് ഏത് കനമുള്ളതും ഏത് കളറുള്ളതും നോക്കിയിട്ട് പീസായിട്ട് എടുത്ത് നമ്മൾ എഡ്ജ് ബാൻഡ് മെഷീനിൽ കൊണ്ടുപോയിട്ട് എഡ്ജ് ബാൻഡ് എടുക്കാറാണ് സാധാരണ ചെയ്യാറുള്ളത്. അടുത്ത വരുന്ന എഡ്ജ് ബാൻഡിങ് മെഷീനാണ്. ഈ എഡ്ജ് ബാൻഡിങ് മെഷീൻ്റെ മോണിറ്ററിൽ തന്നെ നമുക്ക് അതിന് വേണ്ട റീഡിംഗ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുന്നതാണ്. എത്ര തിക്നെസ് ഉള്ള എഡ്ജ് ബാൻഡാണ്, എത്ര വീതിയുള്ള എഡ്ജ് ബാൻഡാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനകത്ത് നമുക്ക് റോള് കണക്കിന് നമ്മുടെ എഡ്ജ് ബാൻഡ് റോള് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് വേണ്ട എഡ്ജ് ബാൻഡ് ചെയ്യേണ്ട ആ ഡോറിൻ്റെ പീസ് ഇതിനകത്തൂടെ ഒരു സൈഡിലൂടെ കയറ്റി വിട്ടാൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നല്ല ഫിനിഷ്ഡ് ആയിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് കിട്ടുന്നതാണ്. എത്ര വീതിയുള്ള എഡ്ജ് ബാൻഡ് എന്ന് കാണിക്കുന്ന റീഡിംഗ് ആണത്. ഇനി നമുക്ക് ഈ ഒരു ഡോറ് എഡ്ജ് ബാൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. എഡ്ജ് ബാൻഡ് ചെയ്യേണ്ട ഡോറ് വൺ സൈഡിൽ നിന്ന് ഇതുപോലെ ലെവലായി കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ബാക്കിയുള്ളത് മെഷീൻ തന്നെ ഹോൾഡ് ചെയ്തോളും. അതിനനുസരിച്ച് അതിൻ്റെ എഡ്ജ് ബാൻഡിങ്ങും ട്രിമ്മിങ്ങും എല്ലാം ഓൾറെഡി തന്നെ നടന്ന് അതിൻ്റെ എൻഡ് പ്രോഡക്റ്റായിട്ടായിരിക്കും നമുക്ക് അവസാനം കിട്ടുന്നത്. എൻഡിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് അത് ട്രിമ്മിങ് ചെയ്യുക ഇതെടുക്കുക എന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ മാനുവലായിട്ട് ചെയ്തതിനേക്കാൾ നല്ല ട്രിമ്മിങ്ങും നല്ല എഡ്ജ് ബാൻഡിങ്ങും ഈ ഒരു മെഷീനിലൂടെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഡോറുകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിരിക്കും നമ്മുടെ വർക്കിന് തന്നെ. അടുത്തായി വരുന്ന ബോറിംഗ് മെഷീനാണ്. നമ്മൾ ബോക്സൊക്കെ സെറ്റ് ചെയ്യാനുള്ള നമ്മുടെ കിച്ചൻ്റെ ആണെങ്കിലും വാർഡ്രോബിൻ്റെ ആണെങ്കിലും ബോക്സൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ബോറിംഗ് മെഷീനായിട്ട് ഹോൾ അടിച്ചതിന് ശേഷമാണ് മിനി ഫിക്സും അതിൻ്റെ സ്ക്രൂസൊക്കെ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാറുള്ളത്. ബോറിംഗ് മെഷീനിലെ വർക്കുകൾ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെയുള്ള മിനി ഫിക്സ് ആക്സസറീസ് ഉപയോഗിച്ച് കബോർഡുകൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലോ സൈറ്റിലൊക്കെ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കാം എന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെ. ഇവയൊക്കെയാണ് മോഡുലാർ ഇന്റീരിയർ വർക്കുകളിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെഷീൻസ്. പ്രധാനമായും 4 മെഷീൻസ് ആണ് ഉള്ളത്. ഒന്ന് ബോറിംഗ് മെഷീൻ, പിന്നെ എഡ്ജ് ബാൻഡിങ് മെഷീൻ,
മൂന്നാമത് മിനി സോ മെഷീൻ, നാലാമത് കോൾഡ് പ്രസ് മെഷീൻ. ഈ ഒരു 4 മെഷീൻസ് ഉപയോഗിച്ചാണ് ഈ മെഷീനറി ഫാക്ടറിയിലെ മോഡുലാർ ഫാക്ടറിയിലെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.